നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ പലപ്പോഴായിട്ട് ആടുകളുടെ പല ഇനങ്ങളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതായത് മലബാറി ആടുകൾ, JP, ബീറ്റൽ, സിരോഹി, ഹൈദരാബാദി ആടുകൾ, അങ്ങനെ പല ആടുകളുടെ പല ഇനങ്ങളെപ്പറ്റി നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ആഴ്ച സംസാരിക്കുന്നത് ബോയർ ആടുകളെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് ബോയർ ആടുകൾ എന്താണ്, അതിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്, അത് ഏത് രാജ്യത്ത് ഉണ്ടായതാണ്, ഏത് രാജ്യത്ത് വികസിപ്പിച്ചെടുത്ത ആടുകളാണ്, അല്ലെങ്കിൽ അതിനെ വളർത്തുന്നത് നമ്മുടെ നാട്ടിൽ വളർത്തുന്ന എന്ത് പർപ്പസിനാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മാംസോൽപാദനം മാത്രം ലക്ഷ്യം വെച്ചിട്ട് ദക്ഷിണാഫ്രിക്കയിൽ വികസിപ്പിച്ചെടുത്ത ഒരു ആടിനമാണ് ബോയർ എന്ന് പറയുന്നത്. ഇതിന് കൊടുക്കുന്ന തീറ്റയ്ക്കനുസരിച്ച് ശരീരത്തൂക്കം വർദ്ധിപ്പിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇറച്ചിക്ക് വളരെ പ്രശസ്തമായ ഒരു ആടിനമാണ് ഈ ബോയർ. ഇത് വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നിട്ട് ഇതിൻ്റെ തലയുടെ ഭാഗം ഒരു തവിട്ട് നിറത്തിലൊരു ആവരണം പോലെ ആയിരിക്കും. അതിൻ്റെ ഒരു തലഭാഗം തൊട്ട് ഇങ്ങനെ കഴുത്ത് ഭാഗത്തിൻ്റെ ആ ഒരു പോർഷൻ വരെ ഒരു തവിട്ട് നിറത്തിലായിരിക്കും. ബാക്കിയുള്ളതെല്ലാം വൈറ്റ് നിറത്തിലും. പിന്നെ ഈ കാലാഹാരി റെഡ് എന്നും പറഞ്ഞ് ശരീരം മൊത്തം തവിട്ട് നിറത്തിലുള്ള ഒരു ഇനമുണ്ട്. അത് ബോയറിൻ്റെ ഒരു ഇനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് ഒരു വയസ്സായ ഒരു മുട്ടനാടിന് ഒരു 80 കിലോയോളവും പെണ്ണാടിന് ഒരു 70 കിലോ ശരീരഭാരം ഉണ്ടാവും. ഇത് ആടുകൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ആടുകളാണ്. മനുഷ്യരോട്ട് നന്നായിട്ട് ഇണങ്ങുകയും ചെയ്യും. ഈ ബോയർ ഇനത്തിൽപ്പെട്ട പെണ്ണാടുകൾ നമുക്കൊരു വർഷത്തിന് ശേഷം ഇണചേർക്കുന്നതാണ് നല്ലത്. ഒരു പ്രസവത്തിൽ 2 കുട്ടികൾ വരെ ഉണ്ടാവും. 3 മാസം വരെ അമ്മയുടെ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പിന്നീട് നമുക്കത് കറന്നെടുക്കാം. ഏതാണ്ട് 1 ലിറ്റർ വരെ പാല് ഈ ബോയർ ആടുകളിൽ നിന്നും കിട്ടാറുള്ളൂ. അത് പാലുൽപാദനത്തെ ലക്ഷ്യം വെച്ച് നമുക്ക് ഈ ബോയർ ആടുകളെ വളർത്താൻ പറ്റത്തില്ല. അത് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇറച്ചി ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ശുദ്ധജനുസുകളായ ബോയർ ആടുകൾക്ക് ഇന്ത്യയിൽ നല്ല വിപണി വില ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ സങ്കരവർഗ്ഗങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഈ മലബാറി ആടുകളെ ബോയർ ആടുകളുമായിട്ട് ക്രോസ് ചെയ്തിട്ട് നല്ല മികച്ച സങ്കര ഇന ആടുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ഇടനീട്ടവും നല്ല ഉയരവും നല്ല വെളുത്ത നിറത്തിലൊക്കെയുള്ള മലബാറി ആടുകൾ തമിഴ്നാട്ടിലേക്ക് കയറ്റി വിടുന്നുണ്ട്. തമിഴ്നാട്ടുകാരൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ അവർ നല്ല ഇനം ബോയർ ആടുകളുമായിട്ട് ക്രോസ് ചെയ്യിച്ചിട്ട് നല്ല സങ്കര ഇനം കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ബോയർ ആടുകളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ മാംസവിപണി മാത്രമാണ് ഇതിൻ്റെ വളർത്തുന്നതിൻ്റെ ഗുണം. പിന്നെ കുട്ടികളുടെ വിൽപ്പനയും. ഈ തമിഴ്നാട്, പൂനെ മാർക്കറ്റുകളിലൊക്കെ കുട്ടികളെ കിലോയ്ക്ക് 2000 മുതൽ 3000 രൂപ വരെയാണ് ഇമ്പോർട്ടഡ് ബ്ലഡ് ലൈൻ വില പറയുന്നത്. പിന്നെ കേരളത്തിൽ കിലോ ഒരു 700 രൂപ നിരക്കിൽ ഈ കുട്ടികളുടെ വിൽപ്പന നടത്തുന്ന കർഷകരുണ്ട്. പുറത്തു നിന്നുള്ള ആടുകളാണ് അല്ലെങ്കിൽ ഇറച്ചി ഉൽപ്പാദനമാണ് ലക്ഷ്യം എന്ന് വെച്ച് അതിന് പ്രത്യേക ഒരു ഭക്ഷണക്രമം ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റേ ആടുകൾക്ക് നൽകുന്ന രീതിയിൽ തന്നെ അതിനുള്ള തീറ്റകൾ കൊടുത്താൽ മതി. ഇലയായാലും കൈത്തീറ്റയായാലും ഒക്കെ. തവിട്, പിണ്ണാക്ക്, പുളിമ്പൊടി പോലുള്ളതും അതുപോലെ ഗോതമ്പ്, ചോളം പോലുള്ള ധാന്യങ്ങളൊക്കെ നമുക്ക് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാം. പിന്നെ ആടിൻ്റെ ഭാരത്തിൻ്റെ ഒരു തോതനുസരിച്ച് കൊടുക്കുന്ന തീറ്റയിൽ അളവ് കൂട്ടണം, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു തീറ്റക്രമമൊന്നും ഇതിനില്ല. അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഭക്ഷണം, അതിൻ്റെ ആ ഒരു മേനിക്കൊഴുപ്പ് നമുക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ അതിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ അതിൻ്റെ ശരീരത്തിൽ ഇറച്ചി കയറും. അതുപോലെ അതിൻ്റെ ആ ഒരു മിനുസമൊക്കെ അതിന് കാണും. വീടുകളിലും ഫാമുകളിലും ഒക്കെ നമുക്ക് ബോയർ ആടുകളെ വളർത്താം. നമ്മൾ ഇതിനെ വളർത്തുന്ന ഒരു കൂടുകളിൽ നല്ല വായു സഞ്ചാരമൊക്കെ ഉള്ള ഒരു കൂടായിരിക്കണം. അതുപോലെ ഇവർ ഭക്ഷണം കഴിക്കുന്നത് ദിവസേന കഴിച്ചിട്ട് ബാക്കിയാക്കുന്ന പച്ചിലയും പുല്ലിൻ്റെ അവശിഷ്ടമൊക്കെ ആ കൂട്ടിലൊന്നും കെട്ടി കിടത്താതെ നമ്മളതെല്ലാം വൃത്തിയാക്കി നല്ല നീറ്റായിട്ട് ഇടുക. അതുപോലെ കൂടും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ല. നമ്മൾ കൂടും പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇറച്ചി ആവശ്യത്തിന് നമുക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ആട് ഇനമാണ് ബോയർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പുതുതായിട്ടൊരു ആടിൻ്റെ ഇനത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിൽ അടിച്ച് നോക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ നോക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോയർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ ബോയർ ആടുകളെന്ന് നോക്കുമ്പോൾ കാണുന്നത് മറ്റ് രാജ്യങ്ങളിലും അതുപോലെ കേരളത്തിൻ്റെ പുറത്തുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്ന ബോയർ ആടുകളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നോക്കുമ്പം വലിയ അസാമാന്യ രീതിയിൽ വളർന്നു നിൽക്കുന്ന നല്ല മേനിക്കൊഴുപ്പിൽ ഇറച്ചി കയറി നിൽക്കുന്ന ആടുകൾ, നല്ല തൂക്കവും നല്ല ഹൈറ്റും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ രീതി നമുക്കിവിടെ വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മുടേതായ ആ ഒരു കാലാവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലുമായിരിക്കും. അവർ കൊടുക്കുന്ന ഭക്ഷണ രീതിയും നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ രീതിയും രണ്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പിണ്ണാക്കും തവിടും അല്ലെങ്കിൽ ഇലത്തേറ്റയൊക്കെ കൊടുക്കുമ്പോൾ അത് അനുസരിച്ച് അതിൻ്റെ ശരീരത്തിൽ ഇറച്ചി കയറും.
അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നോ, നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണങ്ങൾ, നല്ല പിണ്ണാക്കുകളും പുളിമ്പുഴയൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അതിന് ശരീര തൂക്കം ഉണ്ടാകും. അതാണ് പാലുൽപാദനമല്ല, ഇറച്ചി ഉൽപാദനമാണ് ഈ ആടുകൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോസിലും ഗൂഗിളിലൊക്കെ കാണുന്ന പോലുള്ള ഒരു വലുപ്പത്തിൽ ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഈ ബോയർ ആടുകളെ വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇറച്ചി ഉൽപാദനമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോയർ ആടുകളെ വാങ്ങി വളർത്താം. നമ്മുടെ കാലാവസ്ഥയിൽ ഇണങ്ങി നല്ല രീതിയിൽ വലിയ രോഗങ്ങളൊന്നും വരാതെ വളർത്താൻ പറ്റിയ ഒരു ആടിനമാണ് ബോയർ ആടുകൾ.